ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നെഫർട്ടാരി ഡി ലില്ലിനെ കുറിച്ചാണ്. ആരാണ് നെഫർട്ടാരി ഡി ലില്ലി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൺ പീസിൽ തന്നെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരാളാണ് ഈ ലില്ലി എന്ന് പറയുന്നത്. നമ്മൾ വൺ പീസിൽ ലില്ലിനെ കുറിച്ചുള്ള പല തിയറീസും കേട്ടിട്ടുണ്ട്. ചില തിയറീസ് പറയുന്നത് നമ്മുടെ ലില്ലിയാണ് ഇമ്മു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലില്ലിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാരും വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത്തോട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വൺ പീസിലെ ഏറ്റവും ഏർലിയസ്റ്റ് ഡി മെമ്പറാണ് നമ്മുടെ ലില്ലി എന്നത്. നമ്മുടെ ലില്ലി ഒരു ഡി ക്ലാൻ മെമ്പറാണെന്ന് റിവീൽ ചെയ്യുന്നത് നമ്മുടെ കോബ്രയാണ്, നമ്മുടെ ഇമു സമയമായിട്ടുള്ള എൻകൗണ്ടറിൽ. നമ്മളെല്ലാവരും ആ സീന് കണ്ടിട്ടുണ്ടാകും. ആനിമയെ കോട്ടപ്പ് ചെയ്ത് എല്ലാവർക്കും അത് അറിയാം. നമ്മുടെ ഇമു അതുപോലെ തന്നെ നമ്മുടെ കോബ്രയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണ് നടന്നതെന്ന്. അതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഇമു അല്ല ലില്ലി എന്ന്. പല തിയറീസിലും പറയുന്നുണ്ട് നമ്മുടെ ഇമു നമ്മുടെ ലില്ലിയാണെന്ന്. പക്ഷേങ്കിൽ ആ തിയറിക്ക് ഇതോടെ വലിയ പ്രസക്തി ഇല്ലാതായാണ് ചെയ്തത്. നമ്മുടെ ലില്ലിയുടെ പേര് നമ്മുടെ കോബ്ര റിവീൽ ചെയ്യുമ്പോൾ അതിൽ ഡി ഉണ്ട്. നമുക്കറിയാം, ഡി എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ഡ്രാഗൺസിൻ്റെ എനിമിയാണ്. അപ്പോൾ നമ്മുടെ ലില്ലി നമ്മുടെ ഇമു ആവാൻ ചാൻസ് ഇല്ല. പിന്നെയുള്ള തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇമു അതുപോലെ തന്നെ മറ്റുള്ളവരും നമ്മുടെ ലില്ലിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ ഈ 20 കിങ്ഡംസുമായിട്ടുള്ള വാറിൽ നമ്മുടെ ജോയി പോയി ഡിഫീറ്റ് ആകാൻ കാരണമായതെന്ന്. പിന്നീട് ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ലില്ലി സെലസ്റ്റിയൽ ഡ്രാഗൺസിൻ്റെ പദവി വേണ്ടെന്ന് വെച്ച് നമ്മുടെ അലബെസ്റ്റിലേക്ക് തന്നെ പോകാൻ പോകുന്നത്. അതിനിടയിൽ നിന്നാണ് നമ്മുടെ ലില്ലി പെട്ടെന്ന് വാനിഷ് ആകുന്നത്. അതിനുശേഷം നമ്മുടെ ലില്ലിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നെയുള്ളൊരു തിയറി എന്ന് വെച്ചാൽ, നമ്മുടെ ലില്ലിയും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മുവും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഒരു പക്ഷേ റൊമാൻറ്റിക് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളതാവാം. അതുകൊണ്ടാണ് ഇമ്മു നമ്മുടെ ലില്ലിയുടെ ഫോട്ടോ തൻ്റെ കാസലിൽ വെച്ചിരിക്കുന്നതാണ് ഈ തിയറി പറയുന്നത്. വേണമെങ്കിൽ ഈ തിയറി സത്യമായിരിക്കാം. ഇമ്മു നമ്മുടെ ലില്ലിയുടെ മകനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ലില്ലിയുടെ മുഖം മറന്നു പോകാതിരിക്കാൻ നമ്മുടെ ഇമ്മു വെച്ചതായിരിക്കാം. നമുക്കറിയാം, ലില്ലി കാരണമാണ് നമ്മുടെ ജോയ് പോയി ഏൻഷ്യൻ്റ് വാറിൽ ഡിഫീറ്റ് ആകുന്നത്. അപ്പോൾ ഈ വാറിൽ നമ്മുടെ വിവി കാരണമായിരിക്കും നമ്മുടെ ഇമ്മു ഡിഫീറ്റ് ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വാറിന് നമ്മുടെ വിവിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുമാത്രമല്ല, ഇമ്മു തന്നെ പറയുന്നത് നമ്മുടെ ലില്ലിയാണ് ഈ പോണിഗ്ലിഫ്സൊക്കെ നമ്മുടെ വേൾഡിലൊട്ടാകെ സ്കാറ്റർ ചെയ്തിരുന്നത്. ആ ഒരു സംഭവത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ലില്ലി എന്തായാലും ഇമ്മു വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളല്ല എന്ന്. എന്തായാലും ലില്ലി ഒരു പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ തിയറീസിൽ ഏറ്റവും കൂടുതൽ സത്യമാകാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ലില്ലിനെ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നീട് സത്യം മനസ്സിലാക്കി ലില്ലി അലബാസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് എന്തോ സംഭവിച്ചതാണ്. ഈ തിയറി സത്യമാവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ എന്തായാലും നമുക്ക് ലില്ലിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് ലില്ലിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അങ്ങനത്തെ സംശയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് വരാൻ കാത്തിരിക്കാം. എന്നാൽ നമുക്ക് കൂടുതലായിട്ട് ലില്ലിനെക്കുറിച്ച് അറിയാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ വരുന്നത് വരെ കാത്തിരിക്കാം. അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലില്ലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ അതൊന്നും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൊണ്ട് അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വൺ പീസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വൺ പീസിനെ കുറിച്ച് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് കണ്ടൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും തിയറീസോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ വേണ്ടി ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ ബൈ.